Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. റോബോട്ടിക് സർജറിയിലൂടെ 54-കാരിയുടെ വയറ്റിലുണ്ടായ വലിപ്പമേറിയ ഫൈബ്രോയിഡ് നീക്കം ചെയ്ത് അങ്കമാലി അപ്പോളോ അഡ്ലക്സിലെ മെഡിക്കൽ സംഘം. റോബോട്ടിക് ഗൈനക്കോളജി രംഗത്തെ ഒരു നാഴികക്കല്ലാണ് ഈ ശസ്ത്രക്രിയ എന്ന് ഡോക്ടർമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാലിലുണ്ടായ വീനസ് അൾസർ ഭേദമാകാത്തതിനെ തുടർന്നാണ് ഇടുക്കി സ്വദേശിയായ 54-കാരി അങ്കമാലി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിൽ ചികിത്സക്കെത്തിയത്. 54 വയസ്സ് പ്രായമുള്ള ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വയറിൽ നിന്ന് നമുക്ക് റോബോട്ടിക് ശസ്ത്രക്രിയ വഴി ഓൾമോസ്റ്റ് 5 കിലോഗ്രാം വരെ ഭാരമുള്ള, അതായത് 4.82 kg ആണ് അത്രയും ഭാരമുള്ള ഒരു ഗർഭപാത്രം മുഴയോടുകൂടി നമ്മൾ നീക്കം ചെയ്തു. ആക്ച്വലി ഇൻറ്റ്യൂട്ടീവ് സർജിക്കൽസ്, അതായത് റോബോട്ടിക് മെഷീൻ്റെ കമ്പനിയാണത്. ഇൻറ്റ്യൂട്ടീവ് സർജിക്കൽസ്, അതായത് റോബോട്ടിക് സർജറീസിൽ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഇതുപോലൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാക്സിമം റിപ്പോർട്ടഡ് സൈസ് ഒരു 3.2 kg ആണ്. അപ്പോൾ നമ്മൾ പല പല ചോദ്യങ്ങൾ വരാം. എത്ര സൈസ്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ 1 കിലോഗ്രാം പറഞ്ഞു, പക്ഷേ ആ സ്ത്രീ ആദ്യമായിട്ട് ഒരു രോഗിയായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്നത് കാലിലെ ഉണങ്ങാത്ത ഒരു വ്രണം, അത് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോഴേക്ക് എത്തുന്നത്. അവിടെ പ്ലാസ്റ്റിക് സർജൻ്റെ ചികിത്സയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ പേഷ്യൻ്റ് ഭയങ്കരമായിട്ടുള്ള പ്രഷർ കൂടി ICUവിൽ അഡ്മിറ്റ് ആക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ എന്തുകൊണ്ടാണ് ഈ ഉണങ്ങാത്ത വ്രണം കാലിലുണ്ടായത് എന്ന് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയപ്പോഴാണ് കണ്ടുപിടിച്ചത് വയറിനുള്ളിൽ അസാധാരണമായ വലിപ്പമുള്ള ഒരു മുഴയുണ്ട് എന്നുള്ളത്. അതായത് സാധാരണ ഫുൾ ടേം യൂട്രസ്, അതായത് പൂർണ്ണ ഗർഭിണിയാകുമ്പോൾ ഗർഭപാത്രത്തിന് എത്ര വലിപ്പം വെക്കുമോ അതേ അളവിലായിരുന്നു ആ ഒരു ഗർഭപാത്രത്തിൻ്റെ സൈസ്. അപ്പോഴേക്കും പേഷ്യൻ്റ് ഹൈപ്പർ ടെൻഷൻ, അതായത് അനിയന്ത്രിതമായ BP വളരെയധികം കൂടിയിട്ട് പേഷ്യൻ്റ് ICUവിലാവുകയും ഓൾമോസ്റ്റ് 14 ദിവസം വരെ പേഷ്യൻ്റ് ICUവിലായിരുന്നു. ആ സമയത്ത് ഈവൻ ഒരു കാർഡിയാക് അറ്റാക്ക് വരെ ആ പേഷ്യൻ്റ് വരെയും റിവൈവ് ചെയ്യുകയും അങ്ങനെ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെയാണ് ആ പേഷ്യൻ്റ് കടന്നുപോയത്. 14 ദിവസം കഴിഞ്ഞ് അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ നമുക്ക് ഒരിക്കലും ഒരു ഓപ്പറേഷന് വേണ്ടി സജ്ജമാക്കാൻ പറ്റില്ല. ജനറൽ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്ത് പേഷ്യൻ്റെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് മടങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ഏത് തരത്തിലുള്ള സർജറി ആണെങ്കിലും നമുക്ക് ആ പേഷ്യൻറ്റിന് പുറത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാലിൽ ഉണങ്ങാത്ത വ്രണം വന്നത് എന്നുള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ കാലിൽ നിന്നുള്ള രക്തയോട്ടം നമുക്ക് വീനസ് സർക്കിളെല്ലാം താഴെ നിന്ന് മുകളിലേക്ക് ഹാർട്ടിൻ്റെ ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ കാലിൽ നിന്നുള്ള രക്തയോട്ടം വെയിൻസിൽ കൂടെ തിരിച്ചു പോകുന്നതിന് പകരം അവിടെ അങ്ങ് ഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് സ്കിന്നിൻ്റെ പുറം തീർത്തും വന്ന് നേർത്തിട്ട് അവിടെ അൾസർ വരികയും നോൺ ഹീലിംഗ് അൾസറായിട്ടാണ് പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്തത്. ഈ സർജറിയുടെ മറ്റൊരു പ്രത്യേകത വിഷനാണ്. വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇൻസ്ട്രുമെൻസിൻ്റെ എല്ലാം ടിപ്പ് 3 mm ആണ്. അപ്പോൾ അത്രയും നമുക്ക് എങ്ങനെയാണ് ഒരു പെൻസിൽ ഡ്രോയിങ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയും കൃത്യതയോടുകൂടി നമുക്ക് റോബോട്ടിക്കലി ചെയ്യാം. ഈവൻ നമ്മുടെ ഈ പർട്ടിക്കുലർ സർജറി നമ്മൾ ചെയ്തപ്പോൾ ഒരു മിനിമം 30 to 40 ml ബ്ലഡ് ലോസേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് കണ്ടാലേ അത് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഇൻ ട്യൂമറിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് ലോസിനെ കുറിച്ചല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞത് വളരെ വളരെ മിനിമലായിരുന്നു. ഇതേ രോഗി ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം തന്നെ, നെക്സ്റ്റ് ഡേ തന്നെ ഹോസ്പിറ്റൽ വിട്ടു എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും വേദന കുറവായിരുന്നു. ഷി വാസ് സോ റിലീവ്ഡ്. വളരെ വലിയ മുഴ വന്ന് ശ്വാസം പോലും കഴിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് അത് വൃത്തിയായിട്ട് ചെയ്ത് ഇപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യുവാണെങ്കിലും നമുക്ക് അതിൽ ഒരു 5 mm മുറിവ് വെച്ചിട്ടാണ് ഒരു 1.5 cm ഉള്ള ഒരു മുറിവ് നമുക്ക് ക്യാമറ കടത്താനും വേണം. പക്ഷേ റോബോട്ടിക് സർജറിയിൽ 7 mm ഉള്ള 4 മുറിവുകളിൽ കൂടെയാണ് ഇത്രയും വലിയൊരു സർജറി നമ്മൾ തീർത്തെടുത്തത്. അതേപോലെ തന്നെ ഇത്രയും വലിയത് നമ്മൾ സർജറി ചെയ്തു ഫുൾ പീസായിട്ടാണ് ഇത് നമ്മൾ പുറത്തേക്ക് എടുത്തത്. അതും നമുക്ക് മെഡിക്കലി സ്പീക്കിംഗ് നമ്മളുടെ സ്പെഷ്യാലിറ്റിയിൽ ഇത്രയും വലിയൊരു മുഴ ആരും ഇങ്ങനെ നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ 3 പ്രത്യേകതകളാണ് ഉള്ളത്.
ഇത്രയും വലിയ സൈസുള്ള ഒരു ഗർഭപാത്രത്തോടുകൂടി മുഴ നീക്കം ചെയ്യുന്ന റോബോട്ടിക്കില് റിപ്പോർട്ടഡ് കേസസ് ഇല്ല. രണ്ടാമത്തെ കാര്യം, ബ്ലഡ് ലോസ് ഡ്യൂറിങ് സർജറി 40 ml ഒക്കെ റെക്കോർഡഡ് ആണ്. അപ്പോൾ അത് അടുത്ത നമുക്ക് ഇതും സാധിക്കുമെന്ന് ഈവൻ ഇൻഡ്യൂട്ടി സർജിക്കൽസിന് വരെ ഇതൊരു കൗതുകമായിരുന്നു. അടുത്ത ആൾക്കാർക്ക് അടുത്ത ഡോക്ടേഴ്സിനെ നമുക്ക് പഠിപ്പിക്കാനും ഇതുകൊണ്ട് ഇത് സാധ്യമാകും എന്നുള്ള നമ്മൾ പ്രൂവ് ചെയ്യുമായിരുന്നു. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ഞാൻ ഈ പറഞ്ഞതുപോലെ സിംഗിൾ പീസായിട്ട് മോഡ്സുലേറ്റ് ചെയ്തെടുക്കുക. അതൊക്കെ ഒരു സർജിക്കൽ ടെക്നിക്കും അത് നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു സംഭവമാണ്. ഈ പേഷ്യൻ്റ് നെക്സ്റ്റ് ഡേ പോയി കഴിഞ്ഞതിന് ശേഷം 10 ദിവസത്തിന് ശേഷമുള്ള മുറിക്കാതെ ഒരു റിബൺ പോലെയാണ് നമ്മളത് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ അത് നീട്ടിപ്പിടിച്ചാൽ ആ സാധനം എടുത്തത് ആ റിബൺ എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ എടുത്തെടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 5 മീറ്റർ നീളം ഉണ്ടായിരുന്നു അതിന്. റോബോട്ടിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ലീഡ് കൺസൾട്ടന്റായ ഡോക്ടർ ഉർമിള സോമന്റെ നേതൃത്വത്തിൽ നടന്ന സർജറിയിൽ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ അമ്പിളി ജോസ്, ഡോക്ടർ മുക്ത റസ്തഗി, അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ഹോർമിസ് സ്റ്റീഫൻ എന്നിവരും പങ്കെടുത്തു. ഇത്തരം സങ്കീർണമായ സന്ദർഭങ്ങളിൽ റോബോട്ടിക് സർജറിയും അതിന്റെ നേട്ടങ്ങളും പ്രയോജനപ്പെടുത്താൻ ഇത് ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് അപ്പോളോ അട്ലക്സ് സിഇഒ ബി സുദർശൻ അഭിപ്രായപ്പെട്ടു.